നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എന്നാൽ കാർബൈഡ് അമിതമായി ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന പഴങ്ങളാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത്. ഇനി ഉള്ള കാലങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു മാങ്ങാക്കാലം എന്ന് വേണമെങ്കിൽ പറയാം, സീസൺ ഫുഡ് മാത്രമാണ് നമ്മൾ അധികമായി കഴിക്കേണ്ടതുള്ളൂ. അല്ലാതെ കടകളിൽ നിന്ന് മേടിക്കുന്ന ഓറഞ്ച്, മുന്തിരി, മാമ്പഴം തുടങ്ങി എല്ലാ ഫ്രൂട്ട്സുകളിലും എന്തിന് തണ്ണിമത്തൻ വരെ വ്യാജമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നീഡിൽ കുത്തിക്കയറ്റി അത് ഇഞ്ചക്റ്റ് ചെയ്യുന്ന അതിമാരകമായ മരുന്നാണ്. ആ മരുന്ന് കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു റെഡ് കളർ വരുന്നത് തന്നെ, അതാണ് മധുരം വരുന്നത്. ഇങ്ങനെ സർവത്ര മായമാണ്. അതുകൊണ്ട് നമ്മൾ കടകളിൽ നിന്ന് പ്രത്യേകിച്ച് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും 2 കിലോ 3 കിലോ 4 കിലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ധാരാളം വിഷം തെളിച്ച മാങ്ങയാണ് നമ്മൾ ഇനി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും ഇന്ന് മുതൽ തന്നെ എല്ലാവരും സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഈ ഒരു മാമ്പഴം കഴിച്ചാൽ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ അതിമാരകമായ ക്യാൻസറിന് സാധ്യതയുണ്ട്. ഇതെല്ലാവർക്കും അറിയാം, അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും മേടിക്കുന്നതും. എന്നാൽ ഇന്നു മുതൽ ഒന്ന് ശ്രദ്ധിക്കൂ. മുന്തിരിയും ആപ്പിളും എല്ലാ ഫ്രൂട്ട്സുകളിലും മായം തന്നെയാണ്. പച്ചക്കറികളിൽ പറയും വേണ്ട, എല്ലാം ഈ രാസവസ്തുവിൽ മുക്കിയെടുത്ത ആ ഒരു പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കവറുകളിലാക്കി കൊണ്ടുവരുന്ന എല്ലാം നമ്മളെ കുട്ടികൾക്ക് ഈ വിഷം തീറ്റിക്കാനാണ്. ഈ വിഷം കൊണ്ട് നമ്മൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളാണ് നമ്മൾ ഈ കൊണ്ടുവരുന്ന ഈ കവറുകളിൽ എന്ന് നിങ്ങൾ അറിയുക. അതുകൊണ്ട് ഇന്നു മുതൽ നല്ല മാമ്പഴം, അത് നാടൻ മാങ്ങ പരമാവധി അത് കാശ് കൊടുത്ത് മേടിച്ചാൽ ഒരാപത്തും ഉണ്ടാവില്ല. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മാങ്ങയാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ വിഷം കുത്തിക്കയറ്റി തെളിച്ച് ആ മാങ്ങയാണ് ഇപ്പോൾ നമ്മൾ വിപണിയിൽ കാണുന്നതും അത് നമ്മൾ ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് ഇനി മുതൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമുക്കും നമ്മുടെ മക്കളുടെയും ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് മാത്രമാണ് ഈ ഒരു കൊച്ചു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്.